കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDFന് 100-ലധികം സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഇനി ആദ്യത്തെ കടമ്പ മുഖ്യമന്ത്രിയെ തീരുമാനിക്കലാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു എന്ന കാര്യം കോൺഗ്രസ്സുകാർ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ച വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ തർക്കവും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ നിന്ന് പ്രതിനിധികൾ വന്നിട്ടുണ്ട്. MLA-മാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് പറഞ്ഞു പോരുന്നുണ്ട്. പുറത്ത് KC വേണുഗോപാലിന് വേണ്ടി വെട്ടിപിടിക്കുന്ന കുറേ ആളുകളും അതോടൊപ്പം ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരും അവരുടെ കണക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കണക്കെടുപ്പ് എവിടെ എത്തും, ആരെ തീരുമാനിക്കും എന്ന് പറയുവാൻ ഇപ്പോൾ സാധ്യമല്ല. ഇവിടെ ഞാൻ ഇന്നലെയും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ ഭരണത്തിൽ എത്തുവാൻ കാരണക്കാരനായ ആൾ പ്രതിപക്ഷ നേതാവായ, തന്ത്രപരമായ കാര്യങ്ങൾ നീക്കിയ, അനാവശ്യമായ സമരങ്ങളൊന്നുമില്ലാതെ പ്രതിപക്ഷത്തിന് ഭരണകക്ഷിക്ക് അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു സതീശൻ. അവസാനം സതീശൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ്സിന് UDFന് വലിയ വിജയമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വളരെ ഭംഗിയായി സ്മൂത്തായി നിർവഹിക്കുവാൻ സതീശന് സാധിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം കൊണ്ട്, ഐക്യത്തോടെയുള്ള മുന്നേറ്റം കൊണ്ട് കോൺഗ്രസ്സിന് 102 സീറ്റും ലഭിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ വോട്ട് ചെയ്തവരിൽ 98% ആളുകൾക്കും സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. എന്നാൽ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാൽ, അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ ഒരു പ്രത്യേക പദവിയും സ്ഥാനവുമുണ്ട്. ഹൈക്കമാൻഡിനെ ഇപ്പോൾ ചലിപ്പിക്കുന്നത് KC ആണ്. KC എവിടെ നിന്ന് പോന്നാൽ പിന്നെ ഹൈക്കമാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യത ഒരാൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് KCയെ അവിടെ കൊണ്ടുപോയി അവരോധിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊരു പ്രശ്നം അവിടെയുണ്ട്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC മുഖ്യമന്ത്രി ആയാൽ പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതോടൊപ്പം പാർലമെൻറ്റിലേക്ക് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് ചെന്നിത്തലയാണ്. ചെന്നിത്തല യോഗ്യത കുറവുള്ള ആളല്ല, പരിചയമുള്ള ആളല്ല എന്ന് പറയാൻ കഴിയില്ലെങ്കിലും 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമായിരുന്നില്ലെങ്കിലും പല കാരണം കൊണ്ടും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFന് 41 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയാണ് ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയും നിലപാടും സ്വീകരിച്ച സതീശൻ ഇപ്പോൾ 102 സീറ്റോടുകൂടി UDFനെ വിജയിപ്പിച്ചിരിക്കുന്നു. ഈ സതീശനല്ലാതെ കേരളത്തിലൊരു മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. നേരത്തെയും ഹൈക്കമാൻഡ് പല സംസ്ഥാനങ്ങളിലും ഇതേപോലെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവർ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ വോട്ട് ചെയ്തവരുടെ പൾസ് നോക്കാതെ അവിടെയുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തീരുമാനമെടുത്തു കൊടുത്ത വകയിലാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാടെ ഉന്മൂലനം ചെയ്തു പോയത്. ഇക്കാര്യമൊക്കെ ഹൈക്കമാൻഡിലുള്ളവർക്കും ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ സതീശനല്ലാതെ ഒരു മുഖ്യമന്ത്രിയെ കേരളം അംഗീകരിക്കുകയില്ല എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇവിടെ മുസ്ലിം ലീഗിന് 22 സീറ്റുണ്ട്. മുസ്ലിം ലീഗ് ഈ ഒരു കാര്യവും പറയാൻ പാടില്ല. നേരത്തെ തന്നെ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വിജയരാഘവൻ തുടങ്ങി എല്ലാവരും മുസ്ലിം ലീഗ് കൊണ്ടുപോകും, മുഖ്യമന്ത്രിയാവും, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും, അങ്ങനെ ഇവിടെ ജമാഅത്ത് കൊണ്ടുപോകുമെന്ന വിമർശനമാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഏതോ ഒരു അഭിപ്രായം, സതീശനെ പറ്റി എന്തോ ഒരു അഭിപ്രായം ആരോ പറഞ്ഞു. ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ടവരാരും പറഞ്ഞതല്ല, ആരോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോഴേക്ക് കോൺഗ്രസ്സിലെ ചില യുവരക്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് രക്തം തിളക്കുന്നതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ
വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ, വിജയരാഘവൻ പറഞ്ഞതുപോലെ, AK ബാലൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഒന്നും മിണ്ടരുത് എന്ന അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ്സുകാരും വരുന്നു എന്ന് വേണം കരുതാൻ. ഇവിടെ പല വിമർശനങ്ങളും ഇപ്പോഴും മുസ്ലിം ലീഗിനെ പറ്റിയാണ്, മുസ്ലിം സമുദായത്തെ പറ്റിയാണ്. AK ബാലനും വിജയരാഘവനുമൊന്നും അവരുടെ നയം മാറ്റാൻ പോകുന്നില്ല, പഴയ നയം തന്നെയാണ് തുടരുക എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു സ്ഥാനവും ലഭിക്കരുത് എന്നാണ്. അപ്പോൾ ഇനി മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്, ആ വകുപ്പ് കൊടുക്കരുത്, ഈ വകുപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഹളമാണ് ഇവിടെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുമ്പ് ഒരു വൈദ്യൻ കാട് വെട്ടാൻ പോയ കഥ പറഞ്ഞതുപോലെ വിജയിച്ചു 22 സീറ്റോടെ മുസ്ലിം ലീഗ് വന്നിട്ടുണ്ടെങ്കിലും അതുകൂടി ചേർന്നാണ് 102 എങ്കിലും ഒരു സീറ്റും കൊടുക്കാൻ നോക്കിയിട്ട് കാണാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരും അതോടൊപ്പം കോൺഗ്രസ്സിലുള്ളവരും ഉള്ളത് എന്നാണ് തോന്നുന്നത്. ഈ മന്ത്രിസഭയുടെ ഇനി സതീശനത്തിൻ്റെ ഹൈക്കമാൻഡ് സ്ഥിരപ്പെടുത്തിയാലും ആളുകൾക്കുണ്ടായിരുന്ന 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നപ്പോൾ UDFന് വോട്ട് ചെയ്തവർക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം, ഒരു അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്നതായിപ്പോയി ഈ വേണുഗോപാലിൻ്റെയും ചെന്നിത്തലയുടെയും പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ് ഇവർ തുടങ്ങുന്നതെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്ന് നേരത്തെ പ്രതിപക്ഷങ്ങൾ സംശയം പ്രകടിപ്പിച്ചിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം അനുമാനിക്കാൻ.